ഒരുപാട് സന്തോഷം. ഇതിൽപ്പോ ഒരു സന്തോഷം എനിക്ക് കിട്ടാനില്ല. നമ്മുടെ കൂട്ടൊക്കെ ഉള്ള എല്ലാ ആഗ്രഹങ്ങളും അവനും ഇല്ലേ. ഇതൊരു ഭാഗ്യമാണല്ലോ. അതെ അതെ, ഇതൊരു ഭാഗ്യമാണല്ലോ. ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണല്ലോ സംഭവിച്ചത് അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. തമ്പുരാനെ, ഞങ്ങൾക്ക് ഇതൊരു വലിയ കാര്യമായിരുന്നേ. പരബ്രഹ്മവേ, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നേ അവന്റെ ജീവിതം നന്നായാ മതി. അപ്പൊ സുബിലാലിന്റെ സ്വപ്നം പൂവണിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഞങ്ങൾക്കുണ്ട്. കുറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരാളെ കണ്ടു കിട്ടിയത്. ജീവിതത്തിലെ വല്ലച്ചന്റെ മണ്ണി വെച്ച് തന്നെ കുട്ടിയെ താലി ചേർത്താൻ സാധിച്ചു. ഇപ്പോൾ എന്റെ ഭാര്യയാണ്. കുട്ടിയിലവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ പരിമിതികൾ എല്ലാം ലംഘിച്ച് നമ്മൾ മുന്നോട്ട് വരണം. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് സഹോദരൻ. നന്നായി വരട്ടെ. നമസ്കാരം. ഇവിടെ ഒരു മംഗള മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയത്. സ്ഥലം എന്ന് പറഞ്ഞാൽ ഓച്ചിറ പരബ്രഹ്മ സന്നിധിയാണ്. കുറെ നാളുകൾക്ക് മുമ്പ് സുബിലാൽ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരന്റെ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. തന്റെ ശാരീരിക പരിമിതികളിൽ ഒരല്പം പോലും വിഷമിച്ചിരിക്കാതെ പോരാടുന്ന, എന്ത് ജോലിയും ചെയ്യാൻ മനസ്സുള്ള കരുനാഗപ്പള്ളി തഴവ സ്വദേശിയായ ഒരു ചെറുപ്പക്കാരന്റെ വാർത്ത ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. സുബിലാലിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു വിവാഹം. സുബിലാൽ ചെയ്യാത്ത ജോലികളില്ല. ബലൂൺ കച്ചവടവും ലോട്ടറി കച്ചവടവും എല്ലാം ചെയ്ത് ഇപ്പോൾ തഴവ PHCയിലെ ഒരു ജീവനക്കാരനാണ്. സുബിലാൽ ഏറ്റവും വലിയ സ്വപ്നം കണ്ട ആ ധന്യമുഹൂർത്തത്തിന്റെ കാഴ്ചകൾ നമുക്ക് കാണാം. സുബിലാലെ ഹാപ്പിയാണോ? തീർച്ചയായിട്ടും ഹാപ്പിയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പലവിധ ശ്രമത്തിനൊടുവിൽ ഒരാളെ കണ്ടു കിട്ടി. ജീവിതത്തിലെ വല്ലച്ചന്റെ മണ്ണി വെച്ച് തന്നെ കുട്ടിയെ താലി ചേർത്താൻ സാധിച്ചു. ഇപ്പോൾ എൻ്റെ ഭാര്യയാണ്. ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചവർക്കും പിന്നെ സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണം. ഒരുപാട് ആഗ്രഹിച്ചൊരു നിമിഷമാണ് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് ആഗ്രഹിച്ചൊരു നിമിഷം. ഉത്തരവല്ലച്ചൻ്റെ സ്ഥലത്ത് വെച്ച് തന്നെ, ആ മണ്ണി വെച്ച് തന്നെ അത് സാധിച്ചതിൽ തന്നെ ഒരുപാട് സന്തോഷം.